അപ്പൊ ഇതാണ് കുട്ടികള്, ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇതാണ് കുട്ടികൾ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ പറയണം. ചെറിയൊരു പേടിയുണ്ട് എനിക്ക്, ഇതുവരെ മാറിയില്ല. എന്നാലും കുഴപ്പമില്ല, കാരണം പട്ടീനെ ഒന്നും വളർത്താത്തോണ്ടായിരിക്കും. അപ്പൊ ഇതാണ് നമ്മളെ കുട്ടികൾ. ആർക്കെങ്കിലും ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. എല്ലാം നല്ല പൂട കുട്ടികളാണ്. കണ്ടോണ്ട തള്ളനെ നോക്കൂ, പേടിയായിട്ട് പിടിച്ചിരുത്തിക്കുന്നു. എനിക്ക് ഭയങ്കര എനിക്ക് കൊല്ലാൻ തോന്നുന്നു. ഞാൻ ഈ ഒരു പട്ടിയിൽ വളർന്നെങ്കിലൊക്കെ വേണോ? വാ നമുക്ക് കൊണ്ടുവിടാം. ഓടിപ്പോകുമ്പോ ആ ചേനി കൂടിയാന്ന് പറഞ്ഞ അതിവിടെ നിൽക്കുന്നു. പിടി അതാണ്ട് ഓടിച്ചല്ലേ. എനിക്കിത് തറയിൽ വെക്കാൻ തോന്നുന്നില്ല. ഭയങ്കര ഒരു ബൊമ്മക്കുട്ടികൾ എടുത്ത് വെച്ചിങ്ങനെ പോലെ തോന്നുന്നുണ്ട്. കൊടുക്കാൻ തോന്നുന്നില്ല. നമ്മളെ കുട്ടിക്ക് വയ്യാത്ത കുട്ടിയാണ്, നമ്മൾ മരുന്നൊക്കെ ഇട്ട് കൊടുത്തു. എന്നാലും ഇട്ട് കൊടുത്തു നോക്കി. ഞാൻ 3 എണ്ണത്തിനെ കൊണ്ടിട്ട് ചക്കരയല്ലേടി മുത്തല്ലേ കുഞ്ഞു കുഞ്ഞേ നീ കൊണ്ടുവിട്. ചേച്ചിക്ക് പേടിയായോണ്ടല്ലേ. ഞാൻ വെച്ച് അങ്ങനെ ഞങ്ങൾ പട്ടിക്കുട്ടികളെ കാണാൻ വന്നതാണ്. ദാ നമ്മളെ സൗണ്ട് കേട്ടപ്പോഴേ അങ്ങനെ ദൂരെ തന്നെ ഒരുത്ത ഓടി നമ്മൾ അടുത്ത് വരുന്നുണ്ട്. ഒരുത്തനല്ല കൈസ്, എനിക്ക് എന്തോ അങ്ങനെ പറഞ്ഞൊരു ശീലമായി. ദാ ഇവള് ഓടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവക്ക് ഒരു സമാധാനം ഇല്ല, വയോ വയോ എന്നുള്ളൊരു വിളിയാണ്. നമുക്ക് അത് മനസ്സിലാവും കേട്ടോ. ആ ഒരു ആക്ഷനും ആ ഒരു നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതും ആ ഫ്രണ്ടിൽ നിന്ന് പോകുന്നതും ഒക്കെ ഒരു വല്ലാത്തൊരു നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ. അപ്പം എന്തോ അങ്ങ് എത്തിയിട്ട് വീണ്ടും നമ്മളെ നോക്കി നിൽക്കും. ഇതാ തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ വഴി കൂടിയാണ് അവൻ്റെ വീട്. ആ മഞ്ഞ കളറാണ് അവൻ്റെ വീട്. അപ്പോൾ നമ്മൾ അവിടെ പോയത് അവൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ വായോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ദിവസമായി വന്ന് കണ്ടിട്ട്, അന്ന് വന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുട്ടികൾ കണ്ണ് തുറന്നെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇവൻ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതൊന്നും ഒരു മുടക്കവും ഇല്ല. അവൻ വന്ന് ഫുഡ് 2 നേരം വന്ന് കഴിക്കാൻ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ നമ്മൾ കുട്ടികളെ കാണാൻ വന്നത്. എനിക്കിത്തിരി പേടിയൊക്കെ ഉണ്ട്. എനിക്ക് ആ ഒരു പേടിയൊന്നും മാറിയിട്ടില്ല. ഞാൻ അങ്ങനെ പട്ടിയൊന്നും നമ്മളെ വീട്ടിൽ വളർത്താത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ പട്ടികളെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പൂച്ചയൊക്കെ ഓക്കെ, അത് നമ്മൾ കടിക്കാൻ ഓട്ടിച്ചാൽ നമ്മൾ കൈനെ കടിച്ചാൽ പോലും നമ്മൾ പിടിക്കും. പക്ഷേ പട്ടിയുടെ ഒരു കാര്യം ആയില്ല ഗൈസ്, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. 2-3 പേര് കണ്ണൊക്കെ തുറന്നു. ഇതാണ്ട ഇത് കണ്ണ് തുറന്നു. പക്ഷെ എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ണ് തുറന്നിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കുഞ്ഞു പാവകളൊക്കെ സ്റ്റഫ് ചെയ്ത് വെക്കൂലേ, അതുപോലെ ഉണ്ടായിരുന്നു. നല്ല വണ്ണമുണ്ട് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയണം, നമ്മൾ കുട്ടികളെ അയച്ചു തരുന്നതായിരിക്കും. എനിക്ക് അറിയത്തില്ല ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടാണ്. ഒരാൾ കണ്ണ് തുറന്നു, ഒരാൾ കണ്ണ് തുറന്നില്ല. ബാക്കി ഇതുപോലെ തന്നെ 1-2 കണ്ണ് തുറന്നു, ബാക്കിയൊന്നും കണ്ണ് തുറന്നിട്ടില്ല. പിന്നെ എന്തോ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ട് അമ്മാമ്മയുടെ വീട്ടിൽ. കണ്ടോ, പട്ടി അവളെ ഒന്നും ചെയ്യത്തില്ല. കാരണം അതിന് മനസ്സിലായി ഇവളെ ഇനി കടിച്ചാലും ഒന്നും അവൾ കൊച്ചിനെ തരൂല. നമ്മൾ മയത്തിലൊക്കെ നിന്നാലേ കുട്ടിയെ കിട്ടുകയുള്ളൂ പറഞ്ഞു. അതിൻ്റെ വയറ്റിലെന്തോ മുറിവുണ്ടായി. നമ്മളിപ്പോൾ വന്നപ്പോൾ കണ്ടതാണ്. അയ്യോ, കുറുക്കിലാണ് ഗൈസ്. എനിക്ക് എന്തോ പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ പോലെ ആയി. എന്നുവെച്ചാൽ ഒരു പാവല്ലേ, കുഞ്ഞല്ലേ. ഇതിൻ്റെ കണ്ണ് പോലും തുറന്നില്ല. ഇതിൻ്റെ വയറ്റിലോക്ക് നക്കിയാ ഇങ്ങനെ വരുമോ? എന്തോ കൊണ്ടതോ എന്തോ എന്താണെന്നറിയില്ല ഗൈസ്. ഇതാണ് പട്ടിക്കുട്ടി. ഇവള് ഇതൊന്നുള്ള പേടിച്ചിരിക്കണേ. എടി മിണ്ടായി എടി, അത് ഞങ്ങൾ വിട് പറഞ്ഞു എല്ലാരെയും. എനിക്ക് എല്ലാം കാണും. എനിക്ക് നല്ല പേടിയോ. ഇതാണ് ഏറ്റവും ഇളയത്. എന്നിട്ട് അത് വെള്ളനെ കാണിച്ചു കൊടുത്ത് ഞാൻ വെള്ളം കൂടെ
വീഴല്ലേ. കാല് വരില്ലേ ഉള്ളൂ, ബാക്കി വരെയും കൊണ്ടാ. പെട്ടു എന്ന് പറയല്ലേ, ഗേറ്റ് ആരോ തുറന്നിട്ടതാണ് സംഭവം, ആരോ മറന്നിട്ട് പോയതാണ്. ദൈവം അകത്ത് കയറി വന്ന് ഇരിക്കാനും തുടങ്ങി. അപ്പോഴത്തേക്കും വെളിയിൽ കുട്ടിപ്പൂച്ചയും ബാക്കി അമ്മ പൂച്ചയൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇവനെ കണ്ട് ഓടി ബാക്കി 2-3 പേരും അകത്ത് കയറി. പക്ഷെ ഇവന് മാത്രം കയറാൻ പറ്റില്ല. ഇവനാണെങ്കിൽ അനങ്ങിയ ഈ പട്ടി കടിക്കുമെന്നും പറഞ്ഞാണ് അത് അവിടെ നിൽക്കുന്നത്. നിങ്ങൾ കാണണേ, നിങ്ങൾ ആ കാലൊക്കെ നോക്കിക്കോണം. അവൻ പയ്യെ അനങ്ങരുത് എന്നുള്ള രീതിയിൽ സ്റ്റാച്ചു അടിച്ചാണ് നിൽക്കുന്നത്. ഒരു 10-15 മിനിറ്റ് അങ്ങനെ നിന്നാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഓടിപ്പോയി ഫുഡ് എടുത്ത് ഇവനെ ഇങ്ങ് മാറ്റാൻ വേണ്ടി ഫുഡ് എടുത്തോണ്ട് പോയി. അമ്മയെ കണ്ടതും അവൻ്റെ ആ ഒരു ഇത് മാറി. എന്ന് വെച്ചാൽ അമ്മ ഇനി ഉണ്ടല്ലോ, ഇനി അമ്മ ഓക്കെ എന്നും പറഞ്ഞ് അവൻ കടിക്കാൻ പോണുണ്ടോ. ഇവൻ വെറും ഉടായിപ്പാണ് ഗൈസ്. ഇത്രയും നേരം പേടിച്ച് നിന്നവനാണ് അമ്മയെ കണ്ടതും അങ്ങ് ആളായത്. അവൻ്റെ മുടിയൊക്കെ സ്പൈക്ക് അടിച്ചതുപോലെയാണ് നിന്നത്. മറ്റേ ഷോക്ക് അടിച്ചില്ലേ, അതുപോലെ നിൽക്കണുണ്ടോ. ഇവൻ പേടിച്ചാണ് നിന്നത്. കാല് പോലെ എടുക്കാൻ പറ്റാത്തവനാണ് അമ്മയെ കണ്ട് ഇങ്ങനെ ആളായത്. അങ്ങനെ പിന്നെ അവനെ എടുത്ത് മാറ്റി. പിന്നെ ഇവൻ ഫുഡ് കണ്ടല്ലോ, നിങ്ങൾ കഴിക്കണ കണ്ടല്ലോ, നമ്മളപ്പോൾ കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഫുഡ് കൊണ്ടുവന്നില്ല. ഇവൻ എന്തെങ്കിലും കൊടുക്കാണ്ട് പോണത് മോശമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പാല് കൊണ്ടുവന്നു. മോശമൊന്നല്ല കൈസ്, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ പാവം അത്. അതുകൊണ്ട് പാല് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ അപ്പുറത്തുള്ള വീട്ടിലുള്ള ആൻറ്റി ആയിട്ട് സംസാരിക്കുകയായിരുന്നു. കാരണം ഇവന് ഫുഡ് അവർ കൊടുക്കും, പക്ഷെ എന്ത് ചെയ്യാൻ, ഇപ്പം അവരെ കാണുമ്പോൾ അതാണ് വഴി കേട്ടോ. അപ്പം ആ വഴി പോകുമ്പം ഇവൻ അവരെ കടിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പം അവർ വടിയൊക്കെ കൊണ്ടാണ് പോണത്. അതുകൊണ്ട് അമ്മാമ്മ എന്ത് ചെയ്ത് ആ ഗേറ്റ് ഒന്ന് അടച്ചു കൂട്ടി ഇട്ട് കൊടുത്തു. അപ്പം അവർക്ക് ഇപ്പം ഇത്തിരി പേടിയാണ് ഇവനെ. എന്ത് പറയാനാ. ഇപ്പം അവർ പറയുവാണ് അവന് കുട്ടിയായപ്പം ഭയങ്കര ജാടയെന്ന്. ഇപ്പം അവൻ കടിക്കാൻ വരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്തവനാണ്. ഞാൻ മിണ്ടൂല, ആരെ അടുത്തുള്ളവരൊന്നും കടിക്കില്ലേ പറ്റി. എനിക്ക് നല്ല അടി തരും. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരു വഴി പറഞ്ഞോ. ഈ വെള്ളക്കുട്ടിയാ. ആർക്കെങ്കിലും ഈ പട്ടിക്കുട്ടികളെ വേണമെങ്കിൽ വന്ന് അഡാപ്റ്റ് ചെയ്യണം ഗൈസ്. ഇത്രയും കുട്ടികളുണ്ട്, എല്ലാരും ഉറങ്ങാണ്. അയ്യോ പോവല്ലേ തല. ഗൈസ് ആർക്കെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ തള്ളയും വേണമെങ്കിൽ നോക്കണം. 6 കുട്ടികളാണ്. കണ്ടല്ലോ. 1 2 3 4 5 6 കുട്ടികളാണ്. താഴെ നിർത്തടി. ചെറിയൊരു പേടിയുണ്ട് ഗൈസ് ഇപ്പോഴും. പിന്നെ ഇത് നമ്മൾ ഫുഡ് കൊടുക്കണോണ്ടാണ് അതിൻ്റെ കുട്ടികളെ ഞങ്ങളെ എടുക്കാൻ സമ്മതിക്കുന്നത്. അല്ലാണ്ട് ഇത് ഞങ്ങളുടെ പട്ടിയല്ല. അപ്പം അതിന് പേരിൽ നിങ്ങൾ ആരും ഞങ്ങളെ വഴക്കൊന്നും പറയരുത്, ആരും ദേഷ്യപ്പെടരുത്. ഞങ്ങളാണ് ഇത് എന്താ പറയുക വളർത്തണേ. അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ. ഇതിനെ കണ്ടിട്ട് തന്നെ 1 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം തന്നെ അത് 2 നേരം ഫുഡ് നമ്മളവിടെ കഴിക്കാൻ വരുന്നുണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് കോളേജിൽ പോകണം. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഇതിനെ വന്ന് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് വന്ന് കഴിക്കണത് കൊണ്ടാണ് ഈ കുട്ടികൾ നല്ല സുന്ദരിമാരൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പാലുകൂടിയല്ലേ ഉള്ളൂ. അപ്പം അത് ഫുഡ് കഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല വണ്ണത്തിന് ഇരിപ്പുണ്ട്. അപ്പം ഇനിയിപ്പം ഇത് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കറിയത്തില്ല എന്താവുമെന്ന്. കാരണം അമ്മയ്ക്ക് ഇത്രയും നല്ല ഒരുപാട് ദൂരമുണ്ട്. അത് പ്രസവിച്ചിട്ടിരിക്കുന്ന നല്ല ദൂരത്തിൻ്റെ അങ്ങാണ്. അതുകൊണ്ട് എന്നും അമ്മയ്ക്കൊന്നും വന്ന് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആർക്കെങ്കിലുമൊക്കെ പട്ടിക്കുട്ടികളെ വേണമെങ്കിൽ, നല്ല പട്ടിക്കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ, അപ്പം ഈ സുന്ദരന്മാരെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുമോ. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്നും ചെയ്യണ്ട, ഈ പട്ടിക്കുട്ടികളൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ചാനലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടാറ്റാ.